ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ലോകത്തിൻ്റെ നെറുകയിലാണ്. നമ്മൾ കാത്തിരുന്ന കന്നി ലോകകപ്പ് കിരീടം എന്നുള്ള ഒരു സംഭവം യാഥാർത്ഥ്യമായിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അഭിമാനം നൽകുന്ന ഒരു തിളക്കമാർന്ന വിജയം തന്നെയാണ് നമ്മുടെ വനിതാ താരങ്ങൾ സ്വന്തമാക്കിയത്. അപ്പോൾ ഒരുപാട് താരങ്ങളുടെ പേരിങ്ങനെ വളരെ സജീവമായിട്ട് ഉയർന്നു കേൾക്കുന്നു. അവരെക്കുറിച്ചുള്ള പോസ്റ്റുകളും അതുകൂടാതെ റൈറ്റപ്പുകളൊക്കെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഒരാളെ നമ്മൾ മറന്നു പോകരുത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചായ സാക്ഷാൽ അമോൽ മജൂംദാർ എന്ന് പറയുമ്പോൾ 90കളിൽ ക്രിക്കറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേര് തന്നെയാണ്. കാരണം ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച ഒരു ബാറ്റ്സ്മാൻ. അതായത് 11,000-ലധികം റൺസാണ് അദ്ദേഹം രഞ്ജി ട്രോഫിയിൽ ഉൾപ്പെടെ ആഭ്യന്തര ക്രിക്കറ്റിൽ നേടിയത്. ആദ്യ മത്സരം അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മുംബൈക്ക് വേണ്ടി ഹരിയാനയ്ക്കെതിരെ ഡബിൾ സെഞ്ചുറി നേടിയ ഒരു ബാറ്റ്സ്മാനാണ്. ശരിക്കും ഒരു റൺ മെഷീൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും കൺസിസ്റ്റൻറ്റോടെ പെർഫോം ചെയ്തൊരു താരം തന്നെയാണ് അമോൽ മജൂംദാർ. ഒരു കാലത്ത് നെക്സ്റ്റ് ടെൻഡുൽക്കർ എന്നൊക്കെയായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മുംബൈയുടെ തട്ടകത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം വളർന്നു വന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യക്ക് വേണ്ടി ഒരൊറ്റ മത്സരം പോലും കളിക്കാൻ അമോൽ മജൂംദാറിന് സാധിച്ചില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഒരു വെസ്റ്റ് ഇൻഡീസ് ടൂർ ടീമിൽ ഉൾപ്പെട്ടെങ്കിലും ഇന്ത്യക്ക് വേണ്ടി പാഡ് അണിയാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. ഇത്രയും വലിയ റെക്കോർഡുകളൊക്കെ നേടിയ തുടർച്ചയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തൊരു താരത്തിന് ഒരൊറ്റ മത്സരത്തിൽ പോലും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ സാധിച്ചില്ല എന്നത് ഏറെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് 90കളിലൊക്കെ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കെല്ലാം അമോൽ മജൂംദാർ എന്ന് പറയുമ്പോൾ വളരെ സുപരിചിതമായ ഒരു നാമം തന്നെയാണ്. സ്പോർട്സ് സ്റ്റാറുകളിലും മറ്റ് കായിക മാസികകളിലൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് അമോൽ മജൂംദാറിൻ്റെ ഫോട്ടോയൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു അമോൽ മജൂംദാർ ഇന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു എപ്പിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു യാത്ര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ബോളിവുഡ് മൂവിയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വനിതാ ക്രിക്കറ്റ് ലോകകപ്പുമായി ബന്ധപ്പെട്ട്. 2023 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായി അമോൽ മജൂംദാർ ചുമതലയേറ്റതിന് ശേഷം ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്നാണ് ക്യാപ്റ്റനായ ഹർമൻപ്രീത് കൗർ പറഞ്ഞത്. മുമ്പും പല കോച്ചുമാരും ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം വന്നതിന് ശേഷമുള്ള ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ടീമിൻ്റെ സ്പിരിറ്റ് ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൂടാതെ തന്നെ യങ് ടാലൻസിനെ കണ്ടെത്തി വളർത്തിക്കൊണ്ടുവരാൻ വളരെ മികവുള്ള ഒരു പരിശീലകനാണ് അമോൽ മജൂംദാർ. അതാണ് ഹർമൻപ്രീത് കൗർ സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന് ഒരു വലിയ ക്രെഡിറ്റ് ഉണ്ട്, ഒരു ബിഗ് ക്രെഡിറ്റ് ഉണ്ടെന്നാണ് ഹർമൻപ്രീത് കൗർ ലോകകപ്പ് വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഹർമൻപ്രീത് കൗർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. കാരണം അമോൽ മജൂംദാറിനെ പോലെ ഒരു ലെജൻഡ് ആവേണ്ട, ഭാവിയിൽ സച്ചിൻ ആകുമെന്നൊക്കെ എല്ലാവരും വിശേഷിപ്പിച്ചിരുന്ന ഒരു താരം ഇന്ത്യക്ക് വേണ്ടി ഒറ്റ മത്സരം പോലും കളിക്കാനാകാതെ നിരാശപ്പെട്ടിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഒരു ചേഞ്ച് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു കാലത്ത് ലോകകപ്പ് നേടുക എന്നുള്ളത് ഒരു ക്രിക്കറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഒടുവിൽ കോച്ച് എന്നുള്ള നിലയിൽ അദ്ദേഹം ലോകകപ്പ് നേടിക്കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ലോകകപ്പ് ഉയർത്തിയിരിക്കുന്നു. വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ വിജയത്തിലെ മുന്നണി പോരാളിയായിട്ട് അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു കാൽപ്പനികമായ കാര്യം. ഈ മത്സരശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ ഒരു കിരീടം ഇങ്ങനെ ഉയർത്തുന്ന ഒരു ദൃശ്യം അല്ലെങ്കിൽ ആ ഒരു ചിത്രമൊക്കെ ഇപ്പോൾ വളരെ വൈറലാണ്. എന്തായാലും അമോൽ മജൂംദാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലെജൻഡ് തന്നെയാണ്. കാരണം ആഭ്യന്തര ക്രിക്കറ്റിലെ ഇതിഹാസമാണ് അദ്ദേഹം. ചെറുപ്രായത്തിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് അത് നേടിയെടുക്കാൻ, ലേറ്റസ്റ്റ് സ്റ്റേജിൽ അത് നേടിയെടുക്കാൻ ഇപ്പോൾ അമോൽ മജൂംദാറിന് സാധിച്ചിരിക്കുകയാണ്. ക്രിക്കറ്റിലെ ഒരു വളരെ സന്തോഷകരമായൊരു മുഹൂർത്തം തന്നെയാണ് ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ഐതിഹാസികമായ വിജയം. അതിൽ അമോൽ മജൂംദാറിൻ്റെ ആ ഒരു ചാപ്റ്റർ വളരെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതിലും സന്തോഷകരമായ ഒരു കാര്യം.